റഷ്യയെ തീർക്കുമെന്ന് ട്രംപ് കട്ടായം പറയുകയാണ്. അതിൽ ഇനി ഒരു മാറ്റവുമില്ല എന്ന ഉറച്ച നിലപാടുമായാണ് ട്രംപ് നിൽക്കുന്നത്. ക്രിമിയെ തിരിച്ചുപിടിക്കുമെന്ന് പുടിനും കൃത്യമായി നിലപാട് സ്വീകരിക്കുന്നു. സത്യത്തിൽ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ കടക്കുന്നത്? അങ്ങനെ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷം ലോകത്തിന്റെ അടുത്തും ഉണ്ടാവുകയാണ്. അത് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ലോകത്ത് നടക്കുന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഇന്നലെ ആരംഭിച്ച യുഎനിലെ ജനറൽ അസംബ്ലിയിൽ ആണ് ഈ ഒരു കാര്യം ട്രംപ് പറഞ്ഞത്. അതായത് ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകുന്നതിൽ വളരെ അതൃപ്തനാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അതൃപ്തി അറിയിച്ചിരുന്നു. വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദ്വികക്ഷി യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു യുഎനിൽ. അതായത് രണ്ട് കക്ഷികൾ മാത്രം പങ്കെടുക്കുന്ന യോഗങ്ങൾ. അങ്ങനെ സെലൻസ്കിയെ പറ്റിയൊക്കെ വാദോരാതെ പ്രശംസിക്കുകയും ചെയ്തു ട്രംപ്. സെലൻസ്കി ഒരു ധീരനാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ റഷ്യൻ വിമാനങ്ങൾ, അതായത് റഷ്യൻ ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ വ്യോമാതിർത്തി ലംഘിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ. അതായത് ഈ ഡ്രോണുകൾ പോളണ്ടിൽ വന്ന് പതിക്കുന്നു, ബാൾട്ടിക് രാജ്യങ്ങളിൽ വന്ന് പതിക്കുന്നു, യുക്രൈനിലേക്ക്. അപ്പോൾ അവിടെയൊക്കെ വരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അതിന് കൃത്യമായ മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്: വ്യോമാതിർത്തി ലംഘിച്ചാൽ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാറ്റോ രാജ്യങ്ങൾ അതിന് മടിക്കരുത്, ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കരുത്. നാറ്റോ എന്നും പറഞ്ഞ് ചെലവും തന്ന് വച്ചിരിക്കുന്നത് ഇതിനൊക്കെ കൂടിയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ വായി നോക്കിക്കൊണ്ട് നിൽക്കാനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. യുക്രൈനുമായിട്ടും റഷ്യയുടെ യുദ്ധം തുടരുന്നതിനിടെ ഈ ആഴ്ച പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ പ്രവേശിച്ചത് വലിയ വാർത്തയായിട്ടുള്ള കാര്യമായിരുന്നു. യുഎൻ ആസ്ഥാനത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കൊപ്പം നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ അവയെ വെടിവെക്കേണ്ടതുണ്ടോ എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ ട്രംപ് ഉത്തരം പറഞ്ഞത് ഉണ്ട് എന്നാണ്. സ്വാഭാവികം അങ്ങനെ പറഞ്ഞു. യെസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത്തരമൊരു സാഹചര്യത്തിൽ US നാറ്റോ സഖ്യകക്ഷികൾക്ക് പിന്തുണ നൽകുമോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. എന്നാൽ നാറ്റോയോട് ഞങ്ങൾക്ക് ശക്തമായ നിലപാടാണുള്ളത്. അതായത് അപലപിക്കുകയും കൂടെ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ കൂടെ പിന്തുണ നൽകുമോ എന്നുള്ള ചോദ്യത്തിന് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അവസരം വരുമ്പോൾ തേക്കും എന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷെ ഇത്തവണ ആ ഒരു മുൻകൂട്ടി പറയുന്നുണ്ട്, തേക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് തന്നെ പറയുന്നുണ്ട്. ട്രംപിന് തന്നെ തുടങ്ങിയെന്ന് തോന്നി. കാര്യം എന്റെ കാര്യത്തിൽ ഇപ്പോ എനിക്ക് തന്നെ തീർച്ചയില്ല എന്നൊക്കെ പറയില്ലേ, അത് ട്രംപ് തുടങ്ങി. സ്വന്തം കാര്യത്തിലേ ഞാനെപ്പോൾ എന്ത് പറയുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ എന്ന് പറയില്ലേ, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. എന്തായാലും UN പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ ഇപ്പോൾ ന്യൂയോർക്കിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇത് 80ാമത്തെ സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ട്രംപിന്റെ യുക്രൈൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ഉന്നതരുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളിൽ ട്രംപ് ഏർപ്പെട്ടിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിൽ ട്രംപ് അതൃപ്തരാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒത്തുതീർപ്പ് ചർച്ചകളോടുള്ള വിമുഖതയിൽ അദ്ദേഹത്തിന് ക്ഷമ കെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. റഷ്യൻ പ്രകോപനങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങൾ തിരിച്ചടി നൽകണമെന്ന് അദ്ദേഹം ഉണർത്തി. തിരിച്ചടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടും. അമേരിക്ക അടിക്കുമെന്നല്ല പറയുന്നത്, ഇതുപോലെ താരിഫും വല്ലതുമായിരിക്കും. എന്തായാലും ഈ മാസം യുക്രൈൻ അല്ലാത്ത രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവേശിച്ച 3 പ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 19-ന് 3 റഷ്യൻ MiG-31 ജെറ്റുകൾ ഫിൻലാൻഡ് ഉൾക്കടലിലൂടെ 12 മിനിറ്റോളം എസ്തോണിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു. അന്ന് നാറ്റോ വിമാനങ്ങൾ അവയെ തടഞ്ഞെങ്കിലും വെടിവെച്ചില്ല. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 21-നും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളെ നേരിടുന്നതിൽ നാറ്റോയുടെ പ്രതികരണങ്ങളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സംവാദങ്ങൾക്ക് ട്രംപിന്റെ ഈ പ്രസ്താവന പുതിയ തലം നൽകും. അതായത് നാറ്റോയ്ക്ക് ശക്തി പകരുകയാണ് ട്രംപ്. പക്ഷേ അമേരിക്ക കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള പിന്തുണ അറിയിച്ചിട്ടുമില്ല. അപ്പോൾ
പിന്തുണ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നാറ്റോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക സഖ്യമാണ്. അതുകൊണ്ട് അവർക്ക് ട്രംപ് കൊടുക്കുന്ന ധൈര്യം തീർച്ചയായിട്ടും വലുതായിരിക്കും. ധൈര്യം ചെറിയ ധൈര്യമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഭാവിയിലെ നയതന്ത്ര നിലപാടുകളിലും ഇത് സ്വാധീനം ചെലുത്തും എന്നാണ് പറയുന്നത്. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങളുണ്ടല്ലോ യുക്രൈനിൽ നിന്ന്, അത് മുഴുവനും തിരിച്ചു പിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നും ട്രംപ് ഇതിനകത്ത് പറഞ്ഞു. യുക്രൈൻ കഴിഞ്ഞ ദിവസം പുടിനുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് സെലൻസ്കിയോട് വിളിച്ച് പറഞ്ഞത് 5 പ്രദേശങ്ങൾ മറന്നേക്കുമെന്നായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ആത്മവിശ്വാസം പകരുകയാണ്, തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന്. അതാണ് ആത്മവിശ്വാസം കൊടുത്ത നിവിൻ പോളി ഏതോ സിനിമയിൽ പറയണേ, ഇല്ലാത്ത കഴിവുണ്ടെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊള്ള കുഴിയിലൊക്കെ കൊണ്ട് ചാടിക്കണ എന്ന് പറയുന്ന പോലെ. അത് മാത്രമല്ല, ഇപ്പൊ ഖത്തറിലുള്ളവരെ പറയുന്നുണ്ട്, ഇയാൾ ഇവിടെ വന്ന് കൈ തന്നിട്ട് രാത്രി മറ്റവന്മാരൊന്ന് അടിച്ചിട്ട് പോയി. അപ്പൊ ഇയാൾ എന്തൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതുപോലെ സെലൻസ്കി എടുത്തിപ്പോ പറയാണ്, പുടിനുമായിട്ട് ഡീല് ഒപ്പിട്ട് 5 എടുത്തോ, 5 മതിയല്ലോ, ഇനി കൂടുതലൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡീല് ഒപ്പിട്ടിട്ട് ഇപ്പൊ സെലൻസ്കിയോട് പറയുന്നു 5 തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും, യു ക്യാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എന്തായാലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യൽ ട്രംപിന്റെ വാക്കുകൾ. ട്രൂത്ത് സോഷ്യലും ഉണ്ട്, ട്രംപും ഉണ്ട്. ഈ ട്രൂത്ത് സോഷ്യലിൽ വന്ന് എന്ത് ഉണ്ടെങ്കിലും കുറിച്ചിടും, എന്നിട്ട് ഇത് 4 ആൾ കാണണമെങ്കിൽ ട്വിറ്ററിൽ ഷെയർ ചെയ്യണം. കാരണം ട്രൂത്ത് സോഷ്യലിൽ ആളുകളില്ല. അപ്പം അതറിയായിരിക്കുമല്ലോ, ഇലോൺ മസ്കുമായിട്ടുള്ള അടിയായതിനു ശേഷമാണ് ട്വിറ്ററിലൊന്നും കുറിക്കാത്തത്. അത് കഴിഞ്ഞ ദിവസം ഏതോ പരിപാടിക്ക് ഇലോൺ മസ്കിനെ കണ്ടപ്പോൾ അത് കണ്ടായിരുന്നു, ഡീകോഡ് ചെയ്ത് വാർത്താൻ. നീ എന്താ മറന്നുകൂടാ, നീ എന്താണ് എന്നെ വിളിക്കാത്തത്? ക്രിമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കണമെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. പുതിയ പ്രസ്താവനയും നിലപാട് മാറ്റമാണ്. യുക്രൈന്റെയും റഷ്യയുടെയും സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യം അവലോകനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ തിരിച്ചു പിടിക്കാൻ യുക്രൈന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പൂർണ്ണമായ പ്രസ്താവനയുടെ രൂപം. സമയവും ക്ഷമയും യൂറോപ്പിന്റെയും നാറ്റോയുടെയും സഹായവും ഉണ്ടെങ്കിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അതിർത്തികൾ എങ്ങനെയായിരുന്നോ ആ നിലയിലേക്ക് യുക്രൈനെ എത്തിക്കാൻ കഴിയും, യുക്രൈനെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. റഷ്യ വെറും കടലാസ പുലിയാണ്, ഇതാണ് ട്രംപിന്റെ വാചകം. യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ 3.5 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. പുടിനും റഷ്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതാണ് യുക്രൈന് പറ്റിയ സമയം. ഞങ്ങൾ നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരും എന്നും ട്രംപ് പറയുന്നുണ്ട്. ഇത് നിർണായകമായ ഒരു പ്രസ്താവനയാണ്. നാറ്റോയ്ക്ക് ആയുധം നൽകുന്നത് തുടരുമെന്ന് പറയുന്നത്, അത് യുക്രൈൻ ആയുധം നൽകുന്നത് തുടരും എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. 2014 റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രിമിയ തിരിച്ചു നൽകുന്നത് ചർച്ചയാക്കില്ലെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ നിലപാട്. ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ച ട്രംപ് യുക്രൈന് മുന്നിൽ നാറ്റോയുടെ വാതിൽ തുറക്കില്ലെന്ന സൂചനയും നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ നിലപാട് മാറ്റുകയാണ് ട്രംപ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് താരിഫ് വിഷയത്തിൽ അമേരിക്ക തന്നെയായിരിക്കും ഒടുവിൽ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടും അടക്കും എന്ന് ഇന്ത്യയിലെ സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്. കാരണം ഈ ട്രംപിന്റെ ഒരു നിലപാട് മാറ്റമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ്.